السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي رسولنا صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها المؤمنون, ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, ഒരു ചോദ്യം നമ്മളോട് ചോദിക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. എന്താണ് മെസ്സേജ്? സൗന്ദര്യമുള്ള, അതുപോലെ തന്നെ സമ്പത്തുള്ള, ദീനീനിഷ്ഠയുള്ള ഒരു യുവതി, ആ യുവതിയുടെ വിവാഹാലോചനക്ക് ക്ഷണം ഉണ്ട്. അതായത് യുവതിയെ വിവാഹം ആലോചിക്കാം. ദീനീനിഷ്ഠയുള്ള യുവാക്കളിൽ നിന്ന് ആലോചനകൾ അന്വേഷിക്കും. ദീനീനിഷ്ഠയുണ്ടെങ്കിൽ നിലവിൽ സ്ത്രീയുള്ള, ഭാര്യയുള്ള പുരുഷനാണെങ്കിലും ആ പിതാവിന് സമ്മതമാണ്. ഈ മെസ്സേജിനെ തള്ളിക്കളയാൻ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനി അങ്ങോട്ട് പോയില്ലെങ്കിലും സ്വാഭാവികമായും നമ്മളുടെ മനസ്സിൽ ഒരാഗ്രഹം ഉടലെടുക്കാതിരിക്കുകയില്ല. കാരണം പുരുഷനാണിത് വായിച്ചത്, യുവാക്കളാണിത് വായിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യനാണിത് വായിക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സിൽ തീർച്ചയായും വിവാഹമെന്നതിന് വളരെ വലിയൊരു സ്ഥാനമുണ്ട്. പ്രത്യേകിച്ച് ദീനീനിഷ്ഠയുള്ള ഒരു യുവതി, പ്രത്യേകിച്ച് സാമ്പത്തികമായി ഞെരുക്കമില്ലാത്തൊരു കുടുംബം, പ്രത്യേകിച്ച് സൗന്ദര്യമുള്ള ഒരു യുവതി. ഈ ഒരു മെസ്സേജ് നമ്മൾ എങ്ങനെയാണ് തള്ളിക്കളയുക? സഹോദരങ്ങളെ, എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ആ യുവതി അവളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടേക്കാം, അവളുടെ ദീൻ ചിലപ്പോൾ ഇല്ലാതായേക്കാം, അവളുടെ സമ്പത്ത് നഷ്ടമായേക്കാം. എന്നാൽ ഒരിക്കലും സൗന്ദര്യം നഷ്ടപ്പെടാത്ത, ദീൻ നഷ്ടപ്പെടാത്ത, അതുപോലെ തന്നെ സുഖ സൗകര്യങ്ങൾക്കൊരു കുറവും എന്നും വരാത്ത, എന്നും അതേ സൗന്ദര്യത്തിൽ, കന്യകാത്വത്തിൽ നിലനിൽക്കുന്ന ഒരു സ്ത്രീയുടെ വിവാഹാലോചന നമുക്കേവർക്കും വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അവരെ വിവാഹം കഴിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വസവ്വജ്നാഹും ബിഹൂരിൻ ഐൻ, അവരെ നാം ഹൂറുൽ ഐനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ദീനീ നിഷ്ഠയോടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന ആളുകൾക്ക് കഅന്നഹുന്നൽ യാഖൂത്ത് വൽ മർജാൻ, അവർ മുത്തുകളും പവിഴങ്ങളും പോലെയാണ്.
അതുപോലെ തന്നെ വകവാഇബ അത്റാബ, സമപ്രായക്കാരായ ശരീരത്തിന് എന്താണോ വടിവെക്കണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിലുള്ള ഹൂറുൽ ഐനെ കല്യാണം കഴിച്ചു തരാമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അവരുടെ രൂപങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചു തന്നിട്ടുണ്ട് പലയിടങ്ങളിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഒരു ഷോളിൻ്റെ ഒരു തട്ടത്തിൻ്റെ ആ ഭാഗം പോലും ദുനിയാവിനേക്കാൾ ഏറ്റവും ഉത്തമമായതാണ്. അവരിൽ ഒരാളെങ്ങാനും ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് എത്തി നോക്കിയാൽ ഈ ദുനിയാവ് മുഴുവൻ പ്രകാശം പരക്കുകയും സുഗന്ധം നിറയുകയും ചെയ്യും. അങ്ങനെയുള്ളവളാണ് അവൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്ക് വിവാഹം ചെയ്തു തരുന്ന ആ മനുഷ്യനെയല്ലാതെ മറ്റൊരു സ്ത്രീയെയും നോക്കാത്തവളാണ് അവർ. ഖാസിറാത്തു തർഫ്, അവൾ അവരുടെ കണ്ണുകളെ താഴ്ത്തുന്നവളാണ്. തൻ്റെ ഭർത്താവിനെ കാത്തു കൊതിച്ചിരിക്കുന്നവളാണ് അവൾ. അവൾ നല്ലവണ്ണം പ്രേമിക്കാൻ അറിയുന്നവളാണ് അവൾ. ഭർത്താവിനു വേണ്ടി സുന്ദരമായ ഗാനങ്ങൾ പാടാൻ അറിയുന്നവളാണവൾ. അങ്ങനെയുള്ള യുവതികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ടെന്റുകളിൽ ഒരുക്കി നിർത്തിയിട്ടുണ്ട് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടി. മാത്രമാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നു, ഇന്നൽ അബ്റാറ ലഫീ നഈം, തീർച്ചയായും പുണ്യം ചെയ്ത ആളുകൾ അവർ സുഖലോലുപതകളിലായിരിക്കും. അലൽ അറായികി യത്തകിഊൻ, അവർ ചാരുകസേരകളിൽ സോഫകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ അവർക്കുള്ള ഫലങ്ങളുടെ കാര്യങ്ങൾ, ഫല സമൃദ്ധമായ അനുഭവങ്ങൾ, ജീവിതങ്ങൾ. വബശ്ശിരില്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിർ റിസ്ഖൻ ഖാലു ഹാദാ അല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ വഅതൂ ബിഹി മുതശാബിഹാ വലഹും ഫീഹാ അസ്വാജും മുതഹറ വഹും ഫീഹാ ഖാലിദൂൻ. അവിടെ മുഅ്മിനീങ്ങൾക്ക് നീ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കണം. എന്താണ്? അന്നലഹും ജന്നാത്ത്, അവർക്ക് സ്വർഗത്തോപ്പുകളുണ്ട്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിൻ്റെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. തേനിൻ്റെ അരുവികൾ, പാലിൻ്റെ അരുവികൾ, ഒരിക്കലും കേടുവരാത്ത തേനിൻ്റെയും പാലിൻ്റെയും സംശുദ്ധമായ വെള്ളത്തിൻ്റെയും മദ്യത്തിൻ്റെയും അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണോ അതിൽ നിന്ന് കുടിക്കണമെന്ന് തോന്നുന്നത്, അങ്ങോട്ട് പോകേണ്ട അതിൽ നിന്നും ഇങ്ങോട്ട് വരികയാണ്. അങ്ങനെയുള്ള അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗം. കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിൻ റിസ്ഖൻ ഖാലു ഹാദാ അല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ, എപ്പോഴൊക്കെ ഒരു സാധനം അവർക്ക് തിന്നാൻ വേണ്ടി കിട്ടിയാലും അവർക്ക് തോന്നിപ്പോകും, ഇതല്ലേ നേരത്തെ കഴിച്ചത്. അല്ല, വഅതൂ ബിഹി മുതശാബിഹ, അവർക്ക് സാമ്യതയുള്ളത് കൊടുക്കപ്പെട്ടതാണ്. വലഹും ഫീഹാ അസ്വാജുൻ മുതഹറ, സംശുദ്ധരായ സ്ത്രീകൾ അവിടെ അവർക്ക് ഭാര്യമാരായിട്ടുണ്ട്. സംശുദ്ധരായ സ്ത്രീകൾ ഭാര്യമാരായിട്ടുണ്ട്. ഒരു വിധത്തിലുള്ള കേടുകളും അവരെ ബാധിച്ചിട്ടില്ല. നിന്നെയല്ലാതെ മറ്റൊരാളെയും അവർ തൃപ്തിപ്പെടുകയില്ല. നിന്നിലേക്കല്ലാതെ അവർ മറ്റൊരാളിലേക്കും നോക്കുകയില്ല. ദുനിയാവിൽ സംഭവിച്ചേക്കാവുന്ന ജിന്നുകളെ പോലുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ അവർ സ്പർശിച്ചിട്ടില്ല. ലം യത്മിത്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ, മനുഷ്യരെ അവർ മുമ്പ് സ്പർശിച്ചിട്ടില്ല. ജിന്നുകൾ അവളെ മുമ്പ് സ്പർശിച്ചിട്ടില്ല. ഒരു സ്ഥലത്തേക്കും അവളുടെ ഹൃദയം ചാഞ്ഞു പോയിട്ടില്ല. നഹ്നുൽ ഖയ്യിറാത്തുൽ ഹിസാൻ, ഞങ്ങൾ നന്മവതികളാണ്, ഞങ്ങൾ സൗന്ദര്യവതികളാണ്, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന എന്ന് കവിതകൾ പാടുന്ന, ആലപിക്കുന്ന, സുന്ദരമായി പാട്ടുപാടുന്നവളാണ്. അങ്ങനെയുള്ള സ്ത്രീകൾ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്നു. വഹും ഫീഹാ ഖാലിദൂൻ, അവരവിടെ 2 ദിവസത്തേക്ക് പാർക്കാൻ പോയതല്ല, വിരുന്നിന് പോയതല്ല, മറിച്ച് വഹും ഫീഹാ ഖാലിദൂൻ, അവർ എന്നേക്കും ആ സുഖങ്ങളിലായിരിക്കും. ഈ സുഖങ്ങളൊന്നും നിന്നു പോകാനുള്ളതല്ല, എന്നെന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന സുഖ സൗകര്യങ്ങൾ. സഹോദരങ്ങളെ, ആർക്കാണ് ഇത് ഇഷ്ടമില്ലാത്തത്? ആർക്കാണ് ഒരു വിനോദയാത്രക്ക് പോയി സുന്ദരമായ ഒരു സ്ഥലം ഒന്ന് നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കാത്തത്? കാശ്മീരിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു,
മണാലിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു, കൊടൈക്കനാൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തിനാണൊന്ന് കാണാൻ, മനസ്സിനൊരു സമാധാനം കിട്ടാൻ, ഒരു സുഖം കിട്ടാൻ, ആ അരുവികളുടെ ശബ്ദം കേൾക്കുമ്പോഴുള്ള ആ സ്വസ്ഥത കിട്ടാൻ. അത് വേറെ എവിടെയും കിട്ടുകയില്ല, അവിടെ തന്നെ പോയി അനുഭവിക്കണം. പോകുന്നു, കാശ് ചെലവാക്കുന്നു, 1 or 2 ദിവസം നിൽക്കുന്നു, തിരിച്ച് അതേ അവൻ്റെ ജീവിത സ്ഥലത്തേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ ഏതെങ്കിലും സുഖം കിട്ടിയതിനു ശേഷം തിരിച്ചു വരാനുള്ള സ്ഥലങ്ങളല്ല, മറിച്ച് അവിടെയുള്ള കൊട്ടാരങ്ങൾ, അവിടെയുള്ള വലിയ വീടുകൾ, അവിടെയുള്ള വലിയ വലിയ ടെന്റുകൾ, അത് നിനക്കുള്ളതാണ്. അതെല്ലാം സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നു. ലമ്മാ ഖലഖല്ലാഹുൽ ജന്ന, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരികയാണ്, ലമ്മാ ഖലഖല്ലാഹുൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെ സൃഷ്ടിച്ചപ്പോൾ ഖാല ലി ജിബ്രീൽ ഇദ്ഹബ് ഫൻദുർ ഇലൈഹാ, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നീ പോ സ്വർഗ്ഗത്തിലേക്കൊന്ന് നോക്ക്. ഫദഹബ ഫനദർ, ജിബ്രീൽ അലൈഹിസ്സലാം അവിടേക്ക് പോയി നോക്കി, സ്വർഗ്ഗമൊക്കെ ഒന്ന് നോക്കി. ഖാല വബിഇസ്സതിക്, ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, വബിഇസ്സതിക്, അല്ലാഹുവേ നിന്റെ ഇസ്സത്തിനെ തന്നെ സത്യം, ലാ യസ്മഉ ബിഹാ അഹദുൻ ഇല്ലാ ദഖലഹാ, അതിനെക്കുറിച്ച് ആര് കേട്ടാലും അതിൽ പ്രവേശിക്കും. ആർക്കാണ് ഈ കേട്ടതൊക്കെ ആഗ്രഹമില്ലാത്തത്? മരണമില്ലാത്ത ജീവിതം ആഗ്രഹിക്കുന്നവരാരാണ്? ആഗ്രഹിക്കാത്തവരാരാണ്? അതിൽ സുഖ സൗകര്യങ്ങൾ ഒരു സമയത്തും നിലക്കാത്ത സുഖങ്ങളുള്ള ആ ജീവിതത്തെ ആഗ്രഹിക്കാത്തവരാരാണ്? ലാ യസ്മഉ ബിഹാ അഹദുൻ ഇല്ലാ ദഖലഹാ, സ്വർഗത്തിനെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അവൻ അതിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ثم حفها بالمكاره, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന് ചുറ്റും പ്രയാസങ്ങളെ നിറച്ചു. അങ്ങനെ ഓടിച്ചെന്ന് കയറാവുന്ന സ്ഥലമല്ലത്, മറിച്ച് പ്രയാസങ്ങളെ അതിനു ചുറ്റും അല്ലാഹു സുബ്ഹാനഹു വ തആല നിരത്തി. ثم قال اذهب وانظر اليها, എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, പോയി നോക്ക്. അപ്പോൾ അതാ ജിബ്രീൽ അലൈഹിസ്സലാം ഫദഹബ ഫനദറ ഇലൈഹാ വഖാല വബിഇസ്സതിക ലഖദ് ഖശീതു അല്ലാ യദ്ഖുലഹാ അഹദ്, അല്ലാഹുവേ എനിക്ക് പേടിയായി പോയി, നിന്റെ ഇസ്സത്തിനെ തന്നെ സത്യം, ഞാൻ പേടിച്ചു പോയി, ഒരാളും അതിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ പേടിച്ചു പോയി. സഹോദരങ്ങളെ, ആർക്കാണ് സ്വർഗത്തെ ആഗ്രഹമില്ലാത്തത്? മാലാ ഐനുൻ റഅത്, കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിനും ചിന്തിക്കാൻ പോലും കഴിയാത്ത സുഖ സൗകര്യങ്ങൾ നിറഞ്ഞ, കേട്ടതും കണ്ടതും ആലോചിച്ചതും വെച്ച് പോലും നോക്കുമ്പോൾ കൊതിയേറുന്ന ആ സ്വർഗത്തെ ആഗ്രഹിക്കാത്തവരാരാണ്? ആ സ്വർഗത്തിലേക്കൊന്ന് കയറിപ്പറ്റിയിരുന്നെങ്കിൽ എന്ന് കൊതിക്കാത്തവരാരാണ്? പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാം ആ സ്വർഗത്തിലേക്കുള്ള വഴി കണ്ടപ്പോൾ പറഞ്ഞു, ലഖദ് ഖശീതു അല്ലാ യദ്ഖുലഹാ അഹദുൻ, ഒരാളും അതിൽ കയറുകയില്ല എന്ന് ഞാൻ പേടിച്ചു പോയി. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, സഹോദരങ്ങളെ, ഇതാണ് നമ്മളുടെ ജീവിതം. ഈ പ്രയാസങ്ങൾ തരണം ചെയ്യലാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നേടാനുള്ള മാർഗം. നമ്മൾ നേരത്തെ കൊതിച്ച ആ തരുണീമണികളെ നമ്മൾക്ക് നേടാനുള്ള മാർഗം ഈ പ്രയാസങ്ങളാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞാൽ, ഒരു കാര്യത്തെ കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അതേപടി ജീവിതത്തിൽ പകർത്താൻ നമുക്കാകണം. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പാടില്ലെന്ന് പറഞ്ഞാൽ അത് അതേപടി ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്കാകണം. എങ്കിൽ നിനക്ക് അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കും. എന്നാൽ നിന്റെ നഫ്സ് അതിന് സമ്മതിക്കുമോ? നിന്റെ മനസ്സതിന് സമ്മതിക്കുമോ? എനിക്കിപ്പോൾ എന്ത് വേണം? എനിക്കിന്ന സൗകര്യങ്ങൾ ആവശ്യമാണ്, എനിക്കിപ്പോൾ കാർ ആവശ്യമാണ്, എനിക്കിപ്പോൾ ബൈക്ക് ആവശ്യമാണ്, എനിക്ക് പുതിയതായി ഇറങ്ങിയ മൊബൈൽ ഫോൺ ആവശ്യമാണ്, എനിക്കത് ലഭിക്കാൻ, നേടിയെടുക്കാൻ ഒരു പ്രയാസവുമില്ല. അതിനുവേണ്ടി ഫിനാൻസിൻ്റെ കമ്പനികൾ ഒരുപാടാണ്. അവിടേക്ക് പോയാൽ എനിക്കത് ഫ്രീ ആയിട്ടെന്ന പോലെ എനിക്ക് കയ്യിലേക്ക് കിട്ടും. ഈ ഒരു നിലയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ പ്രയാസം നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രയാസമുണ്ട്. എന്താണത്? ഇത് നേടിയെടുക്കാൻ ആകെ ഒരു തടസ്സമുള്ളത് ദീനാണ്.
സ്വർഗത്തിലേക്ക് നിനക്ക് പോകണമെന്ന ഒരൊറ്റ ആഗ്രഹം മാത്രമാണ് നിനക്ക് തടസ്സമുള്ളത്. ബാക്കി ആരും തടസ്സമില്ല, ആരും നിന്നോട് ചോദിക്കുകയില്ല. മറിച്ച് ചോദിക്കാനുള്ളത്, തടയപ്പെടുന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. സഹിക്കാൻ തയ്യാറുണ്ടോ ഈ പ്രയാസത്തെ, ഈ ബുദ്ധിമുട്ടിനെ ക്ഷമിക്കാൻ തയ്യാറുണ്ടോ? എങ്കിൽ നിനക്ക് സ്വർഗത്തിലേക്ക് പോകാം. പ്രണയിക്കാൻ തയ്യാറായി നിൽക്കുന്ന യുവതികളുണ്ട്. ആ യുവതികൾക്ക് മുന്നിൽ പ്രണയവുമായി അങ്ങോട്ടാണോ പോകേണ്ടത്? അതിന് തടസ്സമായി നിൽക്കാൻ ഒരു കാരണമേ ഉള്ളൂ, സ്വർഗമാണ്. ആ പ്രയാസം സഹിക്കാൻ നീ തയ്യാറുണ്ടോ? സ്വർഗത്തിലേക്ക് നിനക്ക് പോകാം. 5 നേരം നിസ്കരിക്കാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്നു. പ്രയാസമാണ്. ഉറങ്ങാനുണ്ട്. രാത്രി മുഴുവൻ ഉറക്കമളിച്ചതാണ്, കൂട്ടുകാരുമായി സംസാരിച്ചതാണ്, കളിച്ചതാണ്, ചിരിച്ചതാണ്. 3 മണിയായപ്പോഴാണ് ഉറങ്ങാൻ പറ്റിയത്. 5 മണിക്ക് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നു. 6 മണിക്ക് നിസ്കരിക്കാൻ പോകണം. 6 മണിക്ക് പള്ളിയിൽ നിസ്കാരം തുടങ്ങുന്നു. 6 മണി, ഇപ്പോഴത്തെ സമയത്ത് 6 മണി, 6 മണിക്ക് ശേഷമാണ് നിസ്കാരം. പക്ഷേ പള്ളിയിലേക്ക് പോകണം. എനിക്ക് ശീലം 9 മണിക്ക് എഴുന്നേറ്റിട്ടാണ്. പ്രയാസമാണ്. ആ പ്രയാസം നിനക്ക് സഹിക്കാൻ തയ്യാറുണ്ടോ? എങ്കിൽ നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് സ്വർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കീഴ്പ്പെടാൻ തയ്യാറുണ്ടോ? എങ്കിൽ സ്വർഗമുണ്ട്. അത് സുഖമുള്ള കാര്യമല്ല. ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്, പ്രയാസങ്ങൾ കൊണ്ട് സ്വർഗം മൂടപ്പെട്ടിരിക്കുന്നു സഹോദരങ്ങളെ. അതിനാൽ ആ സ്വർഗം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ് الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. ജിബ്രീൽ അലൈഹിസ്സലാം മടങ്ങി വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞു, ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, ലമ്മാ ഖലഖല്ലാഹു അൻ-നാർ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സൃഷ്ടിച്ചു. وقال يا جبريل ثم قال يا جبريل اذهب فانظر إليها, നോക്ക് നരകത്തിലേക്കൊന്ന് പോയി നോക്കണം. فذهب فنظر إليها, അങ്ങനെ അവിടേക്ക് പോയി ജിബ്രീൽ അലൈഹിസ്സലാം നോക്കുകയാണ്. അപ്പോൾ അതാ നരകം ആർത്തട്ടഹസിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭീകരമായ സൃഷ്ടിയാണ് നരകം. കണ്ടാൽ തൻ്റെ നെഞ്ച് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറിപ്പോകും. കണ്ണുകൾ അത് മറിഞ്ഞു പോകും. തതഖല്ലബു ഫീഹിൽ ഖുലൂബ് വൽ അബ്സാർ, അന്നത്തെ ദിവസം നാളെ പരലോകത്ത് ഹൃദയങ്ങളും കണ്ണുകളും മറിഞ്ഞു പോകും പേടിച്ചുകൊണ്ട്. അതിൻ്റെ കടന്നുവരവ് 70,000 ചങ്ങലകളിൽ 70,000 മലക്കുകൾ ഓരോ ചങ്ങലകളും പിടിച്ചുകൊണ്ട് അതിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. ആ നരകത്തിൽ നിന്നും കേൾക്കാനുള്ളത് ചീറ്റലുകളാണ്, അട്ടഹാസങ്ങളാണ്, ഭയപ്പെടുത്തലുകളാണ്. അതിൻ്റെ കാവൽക്കാരൻ മാലിക് അലൈഹിസ്സലാം ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിരിച്ചിട്ടില്ല. 19 മലക്കുകൾ, ഭീമാകാരന്മാരായ മലക്കുകൾ, ലാ യഅസൂന മാ അമറഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതെന്തോ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അനുസരിക്കലാണ്, ധിക്കരിക്കുകയില്ല. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ, കഠിനന്മാരായ പരിക്കന്മാരായ മലായികത്തുകളാണ് ഇതിന് ചുറ്റുമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ധിക്കരിക്കുകയില്ല. എന്താണോ ചെയ്യാൻ പറഞ്ഞത് അത് ചെയ്യലാണ്. അങ്ങനെയുള്ള മലക്കുകൾ കാവൽ നിൽക്കുന്ന നരകമാണത്. അതാ 3 തണലുകൾ, ശാഖകളുള്ള തണലുകളിലേക്ക് അവരേക്ക് കടന്നു ചെല്ലൂ. എന്താണ് അവിടുത്തെ അവസ്ഥ? അവിടെ അതാ തീപ്പൊരികൾ പാറുകയാണ്. കൊട്ടാരം പോലുള്ള തീപ്പൊരികൾ പാറിക്കുകയാണ്. അതാ മഞ്ഞ നിറത്തിലുള്ള ഒട്ടകങ്ങൾ പോലെയുണ്ടത് തീപ്പൊരികൾ, കൊട്ടാര സമാനമായ തീപ്പൊരികൾ. അങ്ങനെയുള്ള നരകം അത് ആളിക്കത്തുകയാണ്. അതിൻ്റെ നിറം കറുത്ത നിറമാണ്. ദുനിയാവിലെ ഏറ്റവും കൂടിയ ചൂടിനേക്കാൾ 69 ഇരട്ടി അധികം ചൂടുള്ള നരകമാണ്. അതിലെ ചില ഭാഗങ്ങൾ മറ്റു ഭാഗങ്ങളെ തിന്നുകയാണ്.
അങ്ങനെയുള്ള നരകത്തെ ജിബ്രീൽ അലൈഹിസ്സലാം കാണുകയാണ്. വബിഇസ്സതിക്, അല്ലാഹുവേ നിന്റെ ഇസ്സത്തിനെ സത്യം, ലാ യസ്മഉ ബിഹാ അഹദുൻ ഫയദ്ഖുലഹാ, ഒരു മനുഷ്യനും അതിനെക്കുറിച്ച് കേൾക്കുകയില്ല, എന്നിട്ട് അതിൽ കയറിയിട്ട് ഒരാൾ കയറുകയില്ല. നരകത്തിനെ കുറിച്ച് കേട്ട ഒരാളും നരകത്തിൽ കയറൂല. കാരണം ഭീകരമാണ്. കുല്ലമാ നദിജത് അലൈഹിം ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, അവരുടെ ശരീരങ്ങളിലെ തൊലികൾ അത് എപ്പോഴൊക്കെ വെന്തുരുകി പോകുന്നുവോ അവർക്ക് വേറെ തൊലികൾ അവർക്ക് പകരം നൽകപ്പെടുന്നു. അതുപോലെ തന്നെ അവർക്കവിടെ കുടിക്കാൻ നൽകുന്നത് സദീദാണ്, നരകക്കാരുടെ ചീഞ്ഞളിഞ്ഞ ജലമാണ്. അവർക്ക് അവരുടെ ശരീരത്തിൽ നിന്ന് ഇറ്റുന്ന ചീഞ്ഞളിഞ്ഞ ജലമാണ് അവർക്ക് കുടിക്കാൻ നൽകപ്പെടുന്നത്. അതുപോലെ തന്നെ സഖൂമിൽ നിന്നാണ് തിന്നാൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുടിക്കാൻ കൊടുക്കുന്നത് തിളച്ച ജലമാണ്. അതുകൊണ്ട് അവരുടെ ആന്തരാവയവങ്ങളെ മുഴുവൻ അത് മുറിച്ചു കളയും. അങ്ങനെയുള്ള വെള്ളമാണ് കുടിക്കാൻ കൊടുക്കുന്നത്. ആ നരകത്തെ ജിബ്രീൽ അലൈഹിസ്സലാം കാണുകയാണ്, കണ്ടിട്ട് പറയുകയാണ്, ഇതിനെക്കുറിച്ച് കേട്ട ഒരാളും ഇതിൽ പ്രവേശിക്കുകയില്ല, നരകത്തിലൊരു മനുഷ്യനും പ്രവേശിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് തൊട്ട് സത്യം ചെയ്തിട്ടാണ് പറയുന്നത്, വബിഇസ്സതിക്, നിന്റെ ഇസ്സത്തിനെ തന്നെ സത്യം, ഒരാളും ഇതിൽ കയറുകയില്ല. ثم حفت بالشهوات او ثم حفها بالشهوات, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ ഇഷ്ടങ്ങൾ കൊണ്ട്, തൻ്റെ ശരീരത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൊണ്ട് ചുറ്റി. ثم قال اذهب فانظر, എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, പോയി നോക്ക്. അപ്പോൾ അതാ അവിടെ തന്നിഷ്ടങ്ങളാണ്, സ്വന്തം ശരീരത്തിന് ഇഷ്ടമായ കാര്യങ്ങളാണ്, ഉറക്കമാണ്, ആസ്വാദനങ്ങളാണ്, സുഖങ്ങളാണ്, അതുപോലെ തന്നെ മയക്കുമരുന്നാണ്, അതുപോലെ തന്നെ മറ്റു സ്ത്രീകളാണ്, അതുപോലെ തന്നെ വാജിബാത്തുകളെ ഒഴിവാക്കലാണ്, നിർബന്ധമായ കാര്യങ്ങളെ വിട്ടുകളയലാണ്, ഹറാമായ കാര്യങ്ങളെ സ്വീകരിക്കലാണ്. ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, നഫ്സ് എന്താണോ കൽപ്പിക്കുന്നത് അതെല്ലാം അവിടെയുണ്ട്. സുഖിക്കാൻ പറ്റിയത് എന്തൊക്കെയുണ്ടോ ദുനിയാവിൽ അതെല്ലാം അതാ നരകത്തിന് ചുറ്റുമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം കണ്ടുവന്നിട്ട് പറഞ്ഞു, വബിഇസ്സതിക്, അല്ലാഹുവേ നിന്റെ ഇസ്സത്തിനെ സത്യം തന്നെ സത്യം, ലഖദ് ഖശീതു അല്ലാ യബ്ഖാ അഹദുൻ ഇല്ലാ ദഖലഹാ, അല്ലാഹുവേ ഈ കാര്യങ്ങൾ കണ്ടപ്പോൾ അല്ലാഹുവാണ് സത്യം, നിന്റെ ഇസ്സത്തിനെ തന്നെ സത്യം, ഒരാളും ബാക്കിയാവുകയില്ല ഇതിൽ കയറാതെ. ഞാൻ ആ കൂട്ടത്തിൽ പെട്ടതാണോ എന്ന് ഞാൻ ചിന്തിക്കേണ്ടതുണ്ട്, നീ ആ കൂട്ടത്തിൽ പെട്ടവനാണോ എന്ന് നീ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടിട്ട് എനിക്ക് പോകാൻ കഴിയാറുണ്ടോ? എങ്കിൽ നീ ആ കൂട്ടത്തിലല്ല. കഴിയാറില്ലേ? എങ്കിൽ നീ നിന്റെ പേരെഴുതിക്കോ, ഈ കൂട്ടത്തിൽ നീ ആ പേരെഴുതിക്കോ. നരകത്തിലേക്ക് യാത്ര ചെയ്യുന്ന, സുഖസൗകര്യങ്ങളുടെ പരവതാനി വിരിച്ച വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ആ ആളാണ് നീ. സുഖസൗകര്യങ്ങൾക്കൊടുവിൽ നിന്നെ കാത്തിരിക്കുന്നത് അഗാധമായ ഗർത്തമാണ്. ആ വഴിയിലൂടെയാണ് നീ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നീ പലിശ തിന്നുന്നവനാണോ, കൊടുക്കുന്നവനാണോ, എഴുതുന്നവനാണോ, സാക്ഷി നിൽക്കുന്നവനാണോ? എങ്കിൽ നീ എഴുതിക്കോ നിന്റെ പേര്, നീ പേരെഴുതിക്കോ, നീ അവിടെയാണ്. കാരണം അത് ആ വഴിയാണ്, സുഖങ്ങളുടെ വഴിയാണ്. നിനക്ക് സിഹറുമായി ബന്ധമുണ്ടോ, മാരണവുമായി ബന്ധമുണ്ടോ, ഏറ്റവും ആദ്യമായി ശിർക്കുമായി ബന്ധമുണ്ടോ? എങ്കിൽ ഒന്നാമതായി നിന്റെ പേര് അവിടെ എഴുതിക്കോ. സിഹറുമായി ബന്ധമുണ്ടോ, വ്യഭിചാരവുമായി ബന്ധമുണ്ടോ, അതുപോലെ തന്നെ മറ്റു തിന്മകളുമായി നിനക്ക് ബന്ധമുണ്ടോ? നിന്റെ ശരീരം കൊതിക്കുന്നതെല്ലാം നീ ശരീരത്തിന് നൽകിക്കൊണ്ട് സുഖിച്ച് ജീവിക്കുകയാണോ? എങ്കിൽ നിന്റെ പേരവിടെ നീ എഴുതിക്കോ. സഹോദരങ്ങളെ, നമ്മൾ നമ്മളുടെ ജീവിതത്തിനെ ഒന്ന് കണക്ക് നോക്കുക. ഞാൻ എവിടേക്കാണ്, സ്വർഗത്തിലേക്കോ അതോ നരകത്തിലേക്കോ? അങ്ങനെ നമുക്കൊരു കണക്ക് കിട്ടിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്, കണക്ക് നോക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം, സൂക്ഷിക്കണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നോക്കണം. നരകത്തിലേക്കുള്ള പാഴ്സലുകളാണോ ഒരുക്കി വെച്ചിട്ടുള്ളത്, അതല്ല സ്വർഗത്തിലേക്കാണോ ഒരുക്കി വെച്ചിട്ടുള്ളത്? നാളെ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ?
വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഒരു ഖാഫിയ, ഒരു മറഞ്ഞ കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കില്ല. എത്ര ഒളിച്ചു ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാണുന്നതാണ്. സഹോദരങ്ങളെ, എന്നിട്ട് ആ കണക്ക് നോക്കി അല്ലാഹുവിലേക്ക് തിരിച്ചു മടങ്ങാൻ നമുക്ക് സമയമായിട്ടുണ്ട്. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിഹിം ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. മുഅ്മിനീങ്ങൾക്ക് സമയമായിട്ടില്ലേ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ആയത്തുകളിലേക്ക്, അല്ലാഹുവിൻ്റെ കലാമിലേക്ക്, അല്ലാഹുവിൻ്റെ ദിക്റിലേക്ക് തിരിച്ചു മടങ്ങാൻ സമയമായിട്ടില്ലേ? മുന്നു കഴിഞ്ഞു പോയ ആ ഊതുൽ കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളെ പോലെ ആകാതിരിക്കാൻ അവർക്കങ്ങനെ കാലം കടന്നുപോയി. കാലം കടന്നു കഴിഞ്ഞു പോയപ്പോൾ ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. നിസ്കരിക്കണം മോനെ, നിസ്കരിക്കാൻ കഴിയില്ല. ശിക്ഷയുണ്ട്, ഉണ്ടായിക്കോട്ടെ. ജമാഅത്തിന് പങ്കെടുക്കണം, പറ്റില്ല. ശിക്ഷയുണ്ട്, കുഴപ്പമില്ല. സ്വർഗം നഷ്ടപ്പെടും, അത് നാളെയല്ലേ, പരലോകത്തല്ലേ, മരിച്ചു കഴിഞ്ഞിട്ടല്ലേ. ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ ഭൂരിഭാഗവും, അവരിൽ അധിക പേരും ഫാസിഖുകളായിരുന്നു, തെമ്മാടികളായിരുന്നു. സഹോദരങ്ങളെ, നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിക്കണം. നമുക്ക് മടങ്ങാനായിട്ടില്ലേ? റബ്ബ് ചോദിക്കുകയാണ്, അലം യഅനി ലില്ലദീന ആമനു, മുഅ്മിനീങ്ങൾക്ക് സമയമായിട്ടില്ലേ? നമ്മൾക്ക് പറയാൻ കഴിയണം, സമയമായി റബ്ബേ എന്ന് എനിക്ക് പറയാൻ കഴിയണം. അതാ എനിക്ക് സമയമായി, ഞാൻ കളിച്ചു, തിമിർത്തു, അതുപോലെ തന്നെ വീഴ്ചകൾ വരുത്തി, സമയമായി. ഇനി വരാനുള്ളത് റമദാനാണ്, ഉപയോഗിക്കാൻ കഴിയണം. സമയമായാൻ നമ്മൾക്കിത് ആലോചിക്കാൻ, തിരിച്ചു മടങ്ങാനുള്ള ഏറ്റവും നല്ല ദിവസങ്ങളാണ് കടന്നു വരുന്നത്. അറിയില്ല റമദാനിൽ ജീവിക്കുമോ എന്ന്. അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, അതിനു മുമ്പ് നന്നായി റമദാനിനെ വരവേൽക്കാൻ, നല്ല ഹൃദയത്തോടെ, നല്ല ജീവിതത്തോടെ റമദാനിനെ വരവേൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. തൂബ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമദാൻ, റമദാനിന് മുമ്പ് തൻ്റെ നഫ്സിനെ നന്നാക്കിയവന് മംഗളങ്ങൾ. ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയണം. സ്വർഗത്തിലേക്ക് പോകാൻ കഴിഞ്ഞ, ആ ഹൂറുൽ ഐനുമായി വിവാഹ ജീവിതത്തിൽ ജീവിക്കാൻ കഴിയുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ്. നമ്മൾ കൊതിച്ചതുകൊണ്ട് ലഭിക്കുകയില്ല, മറിച്ച് പ്രയത്നിച്ചത് കൊണ്ടേ ലഭിക്കുകയുള്ളൂ. ഇഷ്ടമുള്ളതിനെ ത്യജിച്ചത് കൊണ്ടേ നടക്കുകയുള്ളൂ. ഇഷ്ടമെന്നുള്ളതിൻ്റെ എല്ലാം പുറകിലൂടെ പോവുകയായിരുന്നെങ്കിൽ ദുനിയാവിലും നമുക്കൊന്നും കിട്ടില്ലായിരുന്നു. പക്ഷെ ദുനിയാവാണ് പ്രശ്നമെങ്കിൽ ഇഷ്ടമുള്ളതിനെ ത്യജിക്കാൻ നമ്മൾ തയ്യാറാണ്. ഷുഗർ കഴിക്കാൻ പാടില്ല, തയ്യാറാണ്. രോഗം വരും, ദുനിയാവാണ് പ്രശ്നം. നാളെ മരിച്ചു പോകാനുള്ളവനായിരിക്കും, പക്ഷേ 100 വർഷത്തേക്ക് അവൻ്റെ ആരോഗ്യത്തിനൊന്നും പറ്റരുതെന്നാണ് അവൻ കരുതുന്നത്. ചെക്കപ്പിന് പോവുകയാണ്, ശരീരത്തിൽ ഒരു പ്രശ്നവുമില്ല, പിറ്റേ ദിവസം ഹാർട്ട് അറ്റാക്കായി മരിക്കുകയാണ്, അതല്ലെങ്കിൽ ഒരു ആക്സിഡന്റിൽ മരിക്കുകയാണ്. ഒരു പ്രശ്നവും ഇല്ല അവൻ്റെ ശരീരത്തിൽ. പക്ഷേ അവൻ അതിനു വേണ്ടി ചെക്കപ്പിന് പോകുന്നു. പക്ഷെ തിന്മകൾ എന്താണ് എൻ്റെ അവസ്ഥ? നാളെ പരലോകത്തിൽ എൻ്റെ അവസ്ഥ ചെക്കപ്പ് ചെയ്യുന്നില്ല. പരലോകമല്ലേ, മരിച്ചു കഴിഞ്ഞിട്ടല്ലേ, മരണം എപ്പോഴാണെന്ന് നമുക്കറിയുകയില്ല. തൻ്റെ കാലിൻ്റെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്തതാണ് അവൻ്റെ മരണം. അതിനാൽ സഹോദരങ്ങളെ, മടങ്ങാൻ അധികകാലം നീട്ടിവെക്കാനില്ല. മടങ്ങാൻ തയ്യാറായവർ ഇപ്പോഴേ മടങ്ങുക, ഇപ്പോൾ അതിന് തീരുമാനമെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എവർക്കും അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എവർക്കും പുറത്തു നൽകാൻ ഉള്ള അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നല്ല നിയ്യത്തുകൾ എടുക്കാൻ, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, നമ്മളുടെ ആരുടെയും കയ്യിലല്ല നമ്മളുടെ ഹൃദയം. അഹങ്കരിക്കണ്ട, ഞാൻ നന്നായിക്കോളാം. ഇല്ല, നിനക്ക് നന്നാവാൻ കഴിയുകയില്ല. നിനക്ക് നിന്റെ ഇഷ്ടപ്രകാരം നന്നാവാൻ കഴിയുകയില്ല. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കാതെ നിനക്ക് നന്നാവാൻ തീരുമാനിക്കാൻ കഴിയുകയില്ല.
നാളെ നന്നായിക്കോളാം. അള്ളാഹു നിന്നെ നന്നാക്കാൻ വിട്ടിട്ടില്ലെങ്കിൽ അവർ തെറ്റിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു അവരുടെ ഹൃദയങ്ങളെ തെറ്റിച്ച് കളഞ്ഞു. ആവശ്യമുള്ളവനാണ് നിന്നെ വീണ്ടും വീണ്ടും നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് കുടുംബത്തിലേക്ക് ഇവൻ ആവശ്യമാണ്, ഇവൻ കുടുംബത്തിലേക്ക് എനിക്ക് ആവശ്യമാണ്, എൻ്റെ വീട്ടിലെ ഇയാൾ ആവശ്യമാണ്. അതുകൊണ്ട് അവൻ തെറ്റിപ്പോയാൽ ശരിയാവില്ല. അള്ളാഹുവിന് നിന്നെ എന്താവശ്യമാണുള്ളത്? അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. നിങ്ങളാണ് അള്ളാഹുവിലേക്ക് ആവശ്യക്കാർ. അള്ളാഹുവിന് ഒരു ആവശ്യവും നിങ്ങളെ കൊണ്ടില്ല. നമ്മൾ ആരെ കൊണ്ട് അള്ളാഹുവിന് ഒരു ആവശ്യവും ഇല്ല. നിങ്ങൾക്കാണ് നന്നാവേണ്ടത്. പക്ഷെ നന്നാവാൻ എനിക്ക് തീരുമാനിക്കുമ്പോൾ കഴിയണമെന്നില്ല, മറിച്ച് റബ്ബ് തീരുമാനിക്കുമ്പോഴേ കഴിയൂ. അതിന് ഇപ്പോൾ തീരുമാനിക്കാനുള്ള തീരുമാനം അല്ലെങ്കിൽ അതിനുള്ള ആലോചന, ഇപ്പോൾ നന്നാവാനുള്ള ആലോചന നമുക്കുണ്ടാകേണ്ടത്, ദുആ നമ്മൾക്കുണ്ടാകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചു, എൻ്റെ ഹൃദയത്തെ നീ നേരെ നിർത്തണേ, എൻ്റെ ഹൃദയത്തെ നീ നിൻ്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണമേ എന്ന്. സഹോദരങ്ങൾ, ദുആ ചെയ്യുക. എന്നെ നന്നാക്കിത്താ റബ്ബേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മൾ ഓരോരുത്തരും ദുആ ചെയ്യേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല ദിവസങ്ങളിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ആ ദിവസങ്ങളെ കാത്തിരിക്കാതെ ആ ദിവസങ്ങൾ കടന്നു വരാൻ വേണ്ടി നമ്മൾ തയ്യാറായിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നിയ്യത്തുകളുണ്ടെങ്കിൽ നമ്മൾ മരണപ്പെട്ടാലും ആ നിയ്യത്തുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുക. ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ എല്ലാവരുടെയും ഈ നന്മയിലേക്കുള്ള പ്രയാണത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി നൽകുമാറാകട്ടെ. മുസ്ലിമീങ്ങളായ ഒരുപാട് യുവാക്കൾ ഒരുപാട് തിന്മകളിലും അതുപോലെ തന്നെ പല വിധത്തിലുള്ള താന്തോന്നിത്തരങ്ങളിലുമാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കുടുമക്ക് പിടിച്ച് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയാസപ്പെടുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുടെ അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കി ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. തിന്മകൾ ചെയ്തു പോയ ഒരുപാട് മനുഷ്യരുണ്ട്. മനുഷ്യർ ചെയ്തു പോകും, തിന്മകൾ ചെയ്തു പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പാപമോചനം മഗ്ഫിറ അത് വിശാലമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തിന്മകൾ ചെയ്തു പോയ മനുഷ്യർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുമാറാകട്ടെ. അല്ലാഹു റബ്ബന ഗഫിർ ലനാ വലിഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.